പ്രവാസത്തിൽ വന്നു പ്രവാസിയായി ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല ഓർമ്മകൾ അതൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും എനിക്ക് പ്രവാസ ജീവിതം എനിക്ക് ദുബായിൽ എൻ്റെ ഭാഗ്യവശാൽ എത്തപ്പെടാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ്. ദുബായ് മീൻസ് UAE. UAEയിൽ നല്ല ഒത്തിരി ഓർമ്മകൾ. ഇപ്പം നമ്മുടെ അവിടുത്തെ കടൽ മുതൽ തന്നെ തുടങ്ങാം. എൻ്റെ ഡിഫറൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ അടുത്തടുത്ത് കടലുള്ള പ്രദേശമാണ് എങ്കിൽ കൂടി തിരമാലകൾ അത്ര ഇതല്ല ശക്തമല്ലാത്ത വളരെ ശാന്ത സ്വഭാവമുള്ള, അപ്പോൾ നമുക്ക് മനസ്സിനൊരു റിലാക്സ് വേണമെങ്കിൽ ബീച്ചിൽ പോയിരിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരിതാണ്. അതുപോലെ തന്നെ അവിടെ കാണുന്ന കാഴ്ചകൾ, പിന്നെ അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസ് പറയാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് എമിറാത്തികളുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒത്തിരി നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അവിടെ നമുക്ക് തരുന്ന ഒരു സുരക്ഷിതത്വം, അത് ഏത് പാതിരാത്രിയിൽ ഇപ്പം ലേഡീസ് ഫസ്റ്റ് പോളിസി എന്നൊക്കെ പറയുമെങ്കിലും പുരുഷനും അതുപോലെ തന്നെ നമുക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഏത് കാര്യത്തിനും എല്ലാം അടുത്ത നിയമങ്ങളും മറ്റുമൊക്കെ ശക്തമായതുകൊണ്ട് എല്ലാവരും അത് പാലിക്കപ്പെടുന്നുണ്ട്. പിന്നെ യാത്ര, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം നമുക്ക് മനോഹരമാണ്. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജോലി ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് ശമ്പളം തരുന്ന കമ്പനി, അതും നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതൊക്കെ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതുപോലുള്ള ആക്ടിവിറ്റീസ്, ഒത്തിരി ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. ഒരുപാട് സംഘടനകൾ, ചെറുതും വലുതുമായിട്ടുള്ള രജിസ്റ്റേർഡും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സംഘടനകൾ, അവരുടെ പ്രോഗ്രാം കാണാൻ പോകുക, വിഷു, ഓണം, അങ്ങനെ ക്രിസ്മസ്, അതായത് മതേതര ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ ഇന്ത്യൻസ് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാത്തരം ആക്ടിവിറ്റീസിൽ പങ്കെടുത്ത് അതൊരു തീർച്ചയായിട്ടും മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നെയാണ്. ഇവിടെ വ്യത്യസ്തതയുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കോളേജ് കാലഘട്ടമായിരുന്നാലും നമുക്ക് കുറേ അധ്യാപകരുണ്ടായിരുന്നില്ല. തീർച്ചയായും. അതായത് നമ്മുടെ പ്ലെയിൻ സ്കൂൾ മുതൽ ഡിഗ്രി വരെ എത്തുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കുറേ അധ്യാപകർ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ അധ്യാപകരിൽ ഇന്നും മനസ്സിൽ ഓർത്തു വെക്കുന്ന ആരെയൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ മലയാളം അധ്യാപകനായ വിജയകുമാരൻ നായർ സാർ എൻ്റെ നാട്ടുകാരനാണ്. എന്നെ ഹൈസ്കൂൾ മുതൽ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ കൂടി. എല്ലാ അധ്യാപകന്മാരെയും അധ്യാപികമാരെയും സ്കൂൾ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളെയൊക്കെ ഓർമ്മയുണ്ടെങ്കിലും എല്ലാവരുടെ പേര് നമ്മളിപ്പോൾ ഇത്രയും ഒരു വർഷത്തെ കാലയളവ് നോക്കി ഒത്തിരി അധ്യാപകരും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാലും സ്വാധീനം ചെലുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസ കാലത്തുള്ളതായിരിക്കും കൂടുതൽ മെമ്മറിയിൽ. ഡിഗ്രി ആയിരുന്നാലും PG ആയിരുന്നാലും പിന്നെ ആ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോഴും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, സജീവമാണ്, അതിൽ നമ്മൾ മെമ്പറൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തെ ഓർമ്മകൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എന്നൊന്നും നമുക്ക് ഓർക്കാൻ പറ്റിയ മധുരമുള്ള ഓർമ്മകൾ തന്നെയാണ്. അതിലെടുത്ത് പറയാനായിട്ട് വിജയകുമാരൻ നായർ സാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പോലും ഞാനൊരു കവിത പബ്ലിഷ് ചെയ്യാനായിട്ടാണെങ്കിൽ സാറിനെ വിളിച്ച് നോക്കി, സാർ ഇന്ന പദം അവിടെ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മത്സരത്തിന് വേണ്ടി എഴുതുന്നതാണ്. ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ മാത്രമേ സമയം ബാക്കി ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് എഴുതിവിടെ അതിൽ മിസ്റ്റേക്സ് വന്നാൽ ഒരു പക്ഷേ മാർക്ക് കിട്ടില്ല, പ്രൈസ് കിട്ടില്ലായിരിക്കും. മാത്രമല്ല മിസ്റ്റേക്സ് നമ്മൾ പിന്നീട് റീഡ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എഴുതുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് എന്നെപ്പോലെ ഒരു മുന്നിട്ട് വരുന്ന ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ അത്രയും ഒരു വലിയൊരു എഴുത്തുകാരനല്ല. ഒരു പക്ഷേ അങ്ങനെ ആയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആവില്ല. പക്ഷെ എന്നാലും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി എഴുതി പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഇത് ഒരുപാട് റീഡേഴ്സ്, ഒരുപാട് വായനക്കാർ വായിക്കുന്നതാണ്. സാഹിത്യം നന്നായിട്ട് അറിയാവുന്നവരും അല്ലാത്തവരും. അപ്പോൾ അതിലൊരു തെറ്റുകുറ്റം കണ്ട ഒരാൾ വിളിച്ച് അത് ശരിയല്ല തെറ്റാണെന്ന് പറയുന്നതിനേക്കാളും നല്ലത് മിസ്റ്റേക്സ് വരാതെ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ രചന ചെറുതാണെങ്കിൽ കൂടി ഇപ്പോൾ ഈ 2026 സാക്ഷിയുടെ ബുക്കിൽ പിന്നെ ഡയറിയിൽ എൻ്റെ രചന ഉണ്ടായിരുന്നു. ഞാനിത് അതേപടി സാറിന് അയച്ചു കൊടുത്തു. സാർ പറഞ്ഞു ഇതിലെന്താണ് തിരുത്താനുള്ളത്? അതിൻ്റെ എഴുതിയിരിക്കുന്നതെല്ലാം ശരി തന്നെയാണ്, പിന്നെ എല്ലാം ശരിയായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞതല്ല സാർ. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, നമുക്കൊരു സെക്കൻഡ്, അത് വലിയൊരു ഭയങ്കര ഒരു സാഹിത്യം കലർന്ന കവിതയാണെന്നും പറയുന്നില്ല. പുതുവർഷ വരവേൽപ്പ് എന്നായിരുന്നു 2026 വരവേറ്റുകൊണ്ടുള്ളൊരു കവിത. 16 വരി കവിത, 10 വരി കവിതയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞത് എഴുതിയിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എഴുതുന്ന സമയത്ത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പുള്ളി ഡോക്ടറേറ്റായി കിട്ടിയ ആളാണ്. ഇതിൽ ഇപ്പോൾ റിട്ടയർഡാണ്. ഒത്തിരി വർഷത്തെ എക്സ്പീരിയൻസ് പരിജ്ഞാനമൊക്കെ ഉണ്ട്. അതുപോലെ ഒത്തിരി അധ്യാപകരുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ടെങ്കിലും ചേട്ടൻ ചോദിച്ചത് ഏറ്റവും മുന്നിൽ വരുന്ന വ്യക്തികളിൽ ഒന്ന് അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഫ്രണ്ട്സിലും നമ്മൾ ഇപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്ന ആരെയൊക്കെയാണ്? അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു. ഇപ്പം
ഫ്രണ്ട്സിൽ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് അതിലുപരി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സജീവമായ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സജീവമായ ഒരു കാലഘട്ടത്തിൽ ഓർമ്മ പുതുക്കൽ എന്നുമുണ്ട്. കാരണം നമ്മളിപ്പോൾ പണ്ടൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫോൺ നമ്പറൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കും സ്കൂൾ ജീവിതം. പിന്നെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടാലായി എന്നുള്ളതേ ഉള്ളായിരുന്നു. ചിലപ്പോൾ അവർ സ്ഥലം മാറിപ്പോയിട്ടുണ്ടാവും, ഫോൺ നമ്പറൊന്നും ഇല്ലാത്തവർ. ഇപ്പം അങ്ങനെയല്ല, എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്, ഫോൺ നമ്പറുണ്ട്. അപ്പം നമ്മൾ ഡെയിലി ഒരു വീട്ടിൽ ഒരു റൂഫിലിരുന്നുകൊണ്ട് പല കുടുംബങ്ങൾ ഒന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ SSLC ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്കൂൾ ജീവിതമാണെന്നുണ്ടെങ്കിൽ, IT ആണെന്നുണ്ടെങ്കിലും, അതുപോലെ കോളേജ് ഡിഗ്രി ബാച്ച് ആണെങ്കിലും, PG ആണെങ്കിലും, ഈവൻ പ്രവാസ ജീവിതമാണെങ്കിലും പ്രത്യേകം 40ഓളം ഗ്രൂപ്പിൽ ഞാൻ സജീവമാണ്. 10ഓളം ഗ്രൂപ്പിൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഉണ്ട്. സ്വന്തമായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കാനൊന്നും പറ്റണമെന്നൊന്നും ഇല്ല, എങ്കിലും കണക്ടിവിറ്റി ഉണ്ട്. ഈ സൗഹൃദത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ അധ്യാപകരെ കുറിച്ചും സംസാരിച്ചു. എഴുത്തിലേക്ക് വരുമ്പോൾ എത്ര അവാർഡുകൾ ഇതുവരെ നേടി? അതായത് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എഴുത്തുകാരനുള്ള ജനപ്രിയ അവാർഡാണ് കിട്ടുന്നത്, സാഹിത്യകാരനുള്ള. അത് സാക്ഷി എന്നുള്ള സംഘടനയായിരുന്നു. ഞാനത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോഴിക്കോട് ടൗൺ കൺവെൻഷനായിരുന്നു. വളരെ വലിയ ഗ്രാൻഡായിട്ടുള്ളൊരു ഗംഭീര പരിപാടിയായിരുന്നു. അതിൽ അവാർഡ് ഏറ്റുവാൻ. അതിനുശേഷം എനിക്ക് ഒട്ടനവധി, അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒട്ടനവധി അവാർഡുകൾ അതിനോടനുബന്ധിച്ച് സാഹിത്യ എന്നുള്ള രീതിയിൽ സൃഷ്ടിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള അംഗീകാരങ്ങൾ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും മെമ്മറബിളായിട്ടുള്ള ഒരു സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാക്ഷിയുടെ ഫസ്റ്റ് അവാർഡ് കിട്ടുന്നത്, എഴുത്തുകാരനുള്ള അവാർഡ് കിട്ടിയത് എനിക്ക് ഒരു എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ, പുസ്തകത്താളുകളിൽ, ഓർമ്മകളുടെ പുസ്തകത്താളുകളിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു അനുഭവം തന്നെയായിരുന്നു. അതിലുപരി ഞാൻ ജനിച്ചത്, ക്ഷയിച്ചിരുന്ന അറിയോന്നറിയില്ല, ഞാൻ ജനിച്ചത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലാണ്. പലർക്കും അത് കൗതുകമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വിചാരിച്ചൊരു ആൻഡമാൻ അവിടുത്തെ ഒരു ഐലൻഡർ അല്ല ശരിക്കും. അവിടെ ജനിച്ച് ഞങ്ങൾ അച്ഛൻ അവിടെ ബിസിനസ്സായിരുന്നു. അപ്പം അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ 4 മക്കളാണ്, 4 പേരും ജനിച്ചത് അവിടെയാണ്. എൻ്റെ 2 വയസ്സായപ്പോഴേ തിരിച്ചു പോകും. അപ്പോൾ അന്ന് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യമാണ്, ആൻഡമാനിൽ എന്തെങ്കിലും എനിക്ക് പോകണം. അന്ന് 2 വയസ്സിലൊരു ഓർമ്മയില്ലായിരുന്നു. പിന്നെ പ്രവാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ ആൻഡമാൻ 2018 പോയിരുന്നു. അതിനുശേഷം എനിക്ക് വീണ്ടും ആൻഡമാനിൽ പോകണ ഒരു ഉൾവിളി പോലെ തോന്നി. അങ്ങനെ 2022 ഞാൻ ആൻഡമാനിൽ പോയായിരുന്നു. അവിടെ ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് ജനറൽ മാനേജറായിട്ട് ജോയിൻ ചെയ്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ബൈ എക്സ്പീരിയൻസിൽ ഈ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓഫീസ് ഓപ്പറേഷൻസ്, HR, അഡ്മിനിസ്ട്രേഷൻ എല്ലാം എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. 300 എംപ്ലോയീസ് അണ്ടറിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് എഴുതാനും ഇതൊക്കെ കുറച്ച് കൂടുതൽ സമയം കിട്ടി. ഈ സമയത്ത് ഈ 2022 കഴിഞ്ഞ് 25-ലാണ് എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത്. ഒരു 3-3.5 വർഷക്കാലയളവിൽ ഞാൻ ആൻഡമാനിൽ ഉണ്ടായിരുന്നു. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ആൻഡമാനിൽ പോയി. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത് നവംബർ 1-നാണ്. നവംബർ 1 അന്നത്തെ ദിവസം അവിടെ കേരളപ്പിറവി ആഘോഷമുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവിടെ പോയി. സ്റ്റേജിൽ എനിക്കൊരു പ്രോഗ്രാമിന് അവിടെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്ക് ഈ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോഴത്തന്നെ എനിക്ക് അവിടെ നിന്നൊരു അംഗീകാരം കിട്ടിയത് ഒരിക്കലും എനിക്കത് എൻ്റെ ജന്മനാട്ടിൽ, എൻ്റെ ജന്മദേശത്ത് കിട്ടിയ ആ ഒരു അംഗീകാരം, ആ ഒരു ആദരവ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നത്. ഇമോഷണലായിട്ടാണ് പറയുന്നത്. കാരണം അങ്ങനെയൊക്കെ കിട്ടുക ഒരു ഭാഗ്യം തന്നെയാണ്. അത് അവിടെ നിന്ന് കിട്ടി. കാരണം ആൻഡമാൻ നിക്കോബാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും ഈ ഞാനും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയി. നമ്മളിപ്പം സ്വിറ്റ്സർലാൻഡിൽ പോയി അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പ്രൗഡായിട്ടാണ് പറയുന്നത്. പക്ഷെ ആൻഡമാൻ നിക്കോബാറിൽ മാത്രം കറങ്ങിയാൽ മതി, നമ്മൾ ഈ ലോകത്തിന്റെ ഒരു ഭാഗത്തും കൊണ്ട് അത്രയ്ക്ക് ടൂറിസ്റ്റ് പ്ലേസുകളാണുള്ളത്. അടിപൊളിയായിട്ടുള്ള ബീച്ചായിരുന്നാലും പല പല ടൈപ്പ് ഓഫ് കാടുകളായിരുന്നാലും, അതുപോലെ തന്നെ ആദിവാസികൾ, ജാർവാസി എന്നൊക്കെ പറയുന്നത്, അവരെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഞാൻ കണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അതായത് നമുക്കൊരു പക്ഷേ ഒരു ആഴ്ച സൂപ്പറായിട്ട് കാണാനുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട്. നാച്ചുറൽ ബ്യൂട്ടിയാണ് ശരിക്കും. അത് ഓരോ ഇപ്പൊ ആൻഡമാനില് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 552ഓളം ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്, ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ജനവാസ കേന്ദ്രമായിട്ടുള്ള, ഇപ്പം അതിൽ വാസയോഗ്യമായിട്ടുള്ള ഒരു 20ഓളം ഐലൻഡ്സാണ് ഉള്ളത്. അതിലൊരു 10 ഐലൻഡ്സിൽ മാത്രമാണ് ശരിക്കും ദിവസം ഇതിൽ, അതായത് ആൾക്കാരവിടെ താമസിക്കുന്നതിലേക്ക് പോയി വരുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിട്ട്. അപ്പോൾ ഓരോ ദ്വീപുകളും ഓരോ പ്രത്യേകതകളുണ്ടായ ഓരോ പേരിങ് ഉണ്ട്.
മാത്രമല്ല അവിടുത്തെ ആ കടലുകൾക്ക് ഓരോ പ്രത്യേകിച്ച് ഹാവ്ലോക്കിൽ പോയിട്ടുണ്ടാവും. രാധാനഗർ ബീച്ച്, അതായിരിക്കും ഏഷ്യയിലെ അതായത് ചുറ്റും നമുക്ക് കാട് ഫുള്ള് ആ കാടിന്റെ ആംബിയൻസ് ഉണ്ട്, എന്നാൽ കടലിന്റെ അടിപൊളിയായിട്ടുള്ളൊരു അതെനിക്ക് തോന്നുന്നു ഏഷ്യയിലെ നമ്പർ 1 എന്നാണ് എൻ്റെ, ഇഫ് ഐ ആം നോട്ട് റോങ്, ഒന്നല്ലെങ്കിൽ 2ാം സ്ഥാനമാണ് അത്രയും അത് രാധാനഗർ. അതുപോലെ തന്നെ ഓരോ ഇപ്പം റോസ് ഐലൻഡിൽ പോയിട്ടുണ്ടാവും അല്ലെ, റോസ് ഐലൻഡ്. അപ്പോൾ ഓരോ ഇതും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അഡ്വൈസബിൾ ആയിട്ട് പീസ്ഫുൾ ലൈഫാണ്. ഇതുപോലെ ടെൻഷനും പ്രഷറും ഒന്നുമില്ല, നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങി കൂടുക എന്നുള്ളത് നല്ല ഒരു ഇത് തന്നെയാണ്. ആ ഒരു ലൈഫ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നമുക്ക് വേറെ ഒരു ടെൻഷനില്ല. എല്ലാവരും ചെറിയ ശമ്പളക്കാരും വലിയ ശമ്പളക്കാരും ഒരുപോലെ ആഘോഷം ബർത്ത്ഡേയായിരുന്നു, അല്ലെങ്കിൽ എന്ത് ആഘോഷമായിരുന്നു സ്ഥലം തന്നെ. അതുകൊണ്ട് അന്ന് ഇന്നും എനിക്ക് കൗതുകം തന്നെയാണ്, പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ്. നമ്മളിതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും നമ്മൾ ഫസ്റ്റിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞത്, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഒരു പുസ്തക പ്രകാശനം നടത്തണമെന്നുള്ള ഇത്, അത് ഏതുവരെയായി? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിത അഭിലാഷമാണ്. കാരണം എൻ്റെ പകുതി ഏജോളം ഞാൻ പ്രവാസി തന്നെയായിരുന്നു, ദുബൈയിൽ പോയതാണ്. അപ്പോൾ എൻ്റെ അന്ന് തൊട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം എനിക്കുള്ളൊരു അങ്ങോട്ട് ഈ ഷാർജ ബുക്ക് ഫെയർ തുടങ്ങിയിട്ട് ഒത്തിരി വർഷമായി, അറിയാം, ചേട്ടനറിയാമല്ലോ. അപ്പം അതിൽ ഒരു പുസ്തകം എൻ്റേതായ, അതായത് ഫുള്ള് എൻ്റെ സൃഷ്ടിയിലൂടെ ഒരു പുസ്തകം ഇറക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിപ്പം കുറച്ച് നാളുകൊണ്ട് കൂടിക്കൂടി വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകോത്സവത്തിൽ ഞാൻ ഒരുപാട് നമ്മൾ എക്സ്പോയിലാണ്, ഷാർജ എക്സ്പോയിലാണ് ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പങ്കെടുക്കുന്നത് കൂടാതെ നമ്മൾ തന്നെ പ്രസാധകരാവുക എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യവും കൂടി വേണം. നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം പോരാ, നമുക്ക് ദൈവാനുള്ള ശക്തി, അവിടുത്തെ ഭരണാധികാരികൾ നമുക്ക് അതിനുള്ളൊരു അംഗീകാരമൊക്കെ കിട്ടണം. അപ്പോൾ അത് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ ശരിക്കും സീക്രട്ടായിട്ട് വെച്ചതാണ്. ഇൻ്റർവ്യൂ ചെയ്ത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ 50 വയസ്സായി. അപ്പോൾ 50 വയസ്സ്, ഇപ്പോൾ 50ാമത്തെ വയസ്സാണ്. ഈ 50 വയസ്സിൽ 50 കവിതാ സമാഹാരങ്ങൾ, 50ാം പിറന്നാൾ മധുര എന്ന് വേണമെങ്കിൽ പറയാം. ബുക്കിന് പേരൊന്നും ഇട്ടിട്ടില്ല, എഴുതി തുടങ്ങിയിട്ടുണ്ട്. രചനകൾ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, എന്താ പറയുന്നത്, കവിതകൾ തന്നെയാണ്, കവിതാ സമാഹാരമാണ് ഉദ്ദേശിക്കുന്നത്. 50ാം വയസ്സിൽ 50 കവിതാ സമാഹാരങ്ങൾ, പിന്നെ 50ുമായിട്ട് ബന്ധപ്പെട്ട 50 ആൾക്കാരുമായിട്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ പ്രകാശനം ചെയ്യണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ട്. നവംബറിലാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇത് പബ്ലിഷേഴ്സുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഒത്തിരി പ്രത്യേകിച്ച് ഷാർജ പോലുള്ള ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എനിക്ക് തോന്നുന്നത് വേൾഡിലെ നമ്പർ 1 ആണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പാണ്. അതിനെനിക്ക് സപ്പോർട്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തരുന്ന, നമ്മുടെ ഒരു ഇത് പ്രോത്സാഹനം തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, സാക്ഷിയുടെ ഇത് കിട്ടിയതിലുപരി അതിനുശേഷം NSS കരയോഗം താലൂക്കിൻ്റെ, ചെറിയങ്കൽ താലൂക്കിൻ്റെ അവാർഡ് കിട്ടി. ജ്വാല രചയിതാവ് എന്നുള്ളൊരു അവാർഡ്, കാവ്യരത്നം അവാർഡ് കിട്ടി. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൻ്റെ ആദരവ് കിട്ടി. സാമൂഹ്യ രാഷ്ട്രീയ ഇതിൽ പ്രവർത്തിക്കുന്നവരുള്ള ആദരവ്, വ്യക്തിപരമായിട്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ ഒത്തിരി എനിക്ക് ആൻഡമാനിൽ നിന്ന് കിട്ടി. അങ്ങനെ ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് പിന്നെ കേരള സോഷ്യൽ മീഡിയ ലിറ്ററസി ഫെസ്റ്റ്, അവിടെ നിന്ന് 2 ആദരവ് കിട്ടി. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പുസ്തക ബുക്ക് ഫെയർ നടന്നു, അവിടെ നിന്ന് നമുക്ക് ആദരവ് കിട്ടി. അങ്ങനെ ഒത്തിരി ആദരവ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എനിക്ക് എഴുത്തിലോട്ടുള്ളൊരു പ്രചോദനം. കാരണം നമ്മുടെ അർഹിക്കുന്ന അംഗീകാരം എന്ന് പറയാം. പിന്നെ പിന്തുണയുണ്ട്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അത് ഞാൻ നേരിടുന്നുണ്ട്, അതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഊർജം പിന്നെ ആർജിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനവും എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ അതിനുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഏതായാലും നമുക്ക് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് കാണാം. കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഒത്തുകൂടാം. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ഒരുപാട് സന്തോഷം. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും. അപ്പോൾ എനിക്ക് ഒത്തിരി നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഒന്ന്, എന്നെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം, നമ്മുടെ സുഹൃബന്ധങ്ങൾ, അവരോട്, അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇൻ്റർവ്യൂവിന്, ഇപ്പം ആകാശവാണിയിൽ ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു, അത് ആൻഡമാനിൽ വെച്ചാണ്. അതും എനിക്കൊരു പ്ലസ് ആൻഡമാനിൽ ആകാശവാണിയിലൊരു ദൂരദർശനിൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്. അപ്പം അമ്മ TV. അപ്പം
അതിൻ്റെ എൻ്റെ കുറുക്കൊക്കെ ഷാജി ചേട്ടനായിരുന്നാലും അതിൻ്റെ പിന്നണിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെയധികം സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ചത്. താങ്ക് യു.